പാലക്കാട് കല്ലടിക്കോട് വെള്ളക്കെട്ടിൽ വീണ് മുങ്ങി മരിച്ച 3 കുട്ടികളുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. മരുതങ്കാട് LP സ്കൂളിൽ പൊതുദർശനം തുടരുകയാണ്. പൊതുദർശനത്തിന് ശേഷം പള്ളിപ്പടി പഞ്ചായത്ത് ശ്മശാനത്തിലായിരിക്കും സംസ്കാരം. അഷത്തുൽ ഷംന ചേരുന്നു. ഷംന, അത്യന്തം ദുഃഖകരമായിട്ടുള്ള ചില നിമിഷങ്ങളുടെ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വിട ചൊല്ലുന്നു നാട് കുട്ടികൾക്ക്? അപർണ, ഇന്നലെയായിരുന്നു നാട്ടിനെ നടുക്കിയ അതീവ ദുഃഖകരമായ ഈ സംഭവം ഉണ്ടാകുന്നത്. 3 കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു. കല്ലടിക്കോട് മൂന്നേക്കാൽ മീൻവല്ലത്ത് ആയിരുന്നു ഇന്നലെ സംഭവം. രാവിലെ കുളിക്കാൻ പോയ കുട്ടികൾ ഉച്ചയായിട്ടും തിരിച്ചു വന്നിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വൈകുന്നേരം 5 മണിയോടുകൂടി കുട്ടികളുടെ ചെരുപ്പ് ഉൾപ്പെടെ പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വെള്ളക്കെട്ടിന് സമീപത്ത് കണ്ടെത്തിയത്. പിന്നീട് ഈ വെള്ളക്കെട്ടിൽ നടത്തിയ തെരച്ചിലിലാണ് കുട്ടികളുടെ 3 പേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3 കുട്ടികളുടെയും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഈ വെള്ളത്തിൽ വീണതിനെ തുടർന്ന് നെഞ്ചിലേക്ക് ചളി കയറിയതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരമുള്ളത്. കാരണം ഈ വെള്ളക്കെട്ട് വെള്ളം കെട്ടി നിർത്തിയ തരത്തിലായിരുന്നു. ഇതിലെ ചളി നെഞ്ചിലേക്ക് കയറി ഇങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നാണ് പ്രാഥമിക ഘട്ടത്തിലുള്ള വിവരം. മറ്റ് കൂടുതൽ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന സ്കൂളിലാണ് മൃതദേഹം പൊതുദർശനത്തിന് എത്തിച്ചിട്ടുള്ളത്. ശേഷം വൈകിട്ടായിരിക്കും സംസ്കാരം നടക്കുക. ഈ പാലക്കാട് കല്ലടിക്കോട് സ്വദേശികളായ തമ്പി മാധവി ദമ്പതികളുടെ മകൾ രാധിക, ഒപ്പം തന്നെ പ്രകാശൻ അനിത ദമ്പതികളുടെ 2 മക്കൾ, ഇങ്ങനെ 3 കുട്ടികളാണ് മരിച്ചത്. ഈ ഒരു കുട്ടിക്ക് 9 വയസ്സും മറ്റു കുട്ടികൾക്ക് 5ഉം 3 വയസ്സുള്ള സഹോദരങ്ങൾ, ഇങ്ങനെ 3 കുട്ടികളാണ് ഈ ഇന്നലെ വൈകിട്ടോടെ 3 കുട്ടികളുടെയും മരണം സ്ഥിരീകരിച്ചത്. എന്തായാലും നാടിനെ നടുക്കിയ അതീവ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് നടന്നത്. ഇപ്പോൾ ഈ പൊതുദർശനം തുടരുകയാണ് സ്കൂളിൽ. അതിനുശേഷം വൈകിട്ടോടുകൂടിയായിരിക്കും സംസ്കാരം. അപർണ. ആയിത്തുൽ ഷംന വിവരങ്ങൾ.